ഡഫേഴ്സ് ആണ്. പട്ടികജാതി സംഭരണങ്ങളുടെ ഉപവർഗീകരണം ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. പട്ടികജാതി സംഭരണങ്ങളുടെ ഉപവർഗീകരണം ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യ സർക്കാർ ഓൺലൈൻ ടാക്സി സർവീസ് ആരംഭിച്ചത് കേരളത്തിലാണ്. ആ ടാക്സി സർവീസിന് നൽകിയ പേരെന്താണ്? കേരള സവാരി എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ഓൺലൈൻ ടാക്സി സർവീസ് ആണ്. പ്രൈവറ്റിൽ ഒരുപാട് ഓൺലൈൻ ടാക്സി സർവീസുകൾ നിലവിലുണ്ട്. പക്ഷേ സർക്കാർ ഓൺലൈൻ ടാക്സി സർവീസ് കേരളത്തിലാണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. അതിന്റെ പേരെന്ന് പറയുന്നത് കേരള സവാരി എന്നാണ്. 2025 വൻതോതിലുള്ള അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് വൻതോതിലുള്ള അലൂമിനിയത്തിന്റെ നിക്ഷേപം കണ്ടെത്തിയത്. അതുപോലെ തന്നെ അലൂമിനിയത്തിന്റെ അയിരുള്ള ബോക്സൈറ്റ് നിക്ഷേപവും ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ്. അത് 2025 ഈ നിക്ഷേപം കണ്ടെത്തിയത്. ഇനി അതുപോലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദിവാസി ഊരുകളിൽ നിന്നും മൺമറഞ്ഞു പോയ അവരുടെ കലാരൂപങ്ങളെ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമുകളാക്കി അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക് പറയുന്ന പേരാണ് ജൽ ഗൽസ എന്ന രീതി. അതായത് ജൽ ഗൽസ എന്താണ്? കുടുംബശ്രീ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമാണ്. എന്താണ് ആ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആദിവാസി ഊരുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പൊക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെ ഈ പ്രോഗ്രാമിലൂടെ അവർ അവതരിപ്പിക്കുന്നു. അതാണ് ജൽ ഗൽസ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി അതുപോലെ 2025 50-ാം ചരമവാർഷികം ആഘോഷിക്കുന്ന ഒരു കവിയും എഴുത്തുകാരനും ഉണ്ട്. അതാണ് വയലാർ രാമവർമ്മ. അപ്പൊ വയലാർ രാമവർമ്മയുടെ 50-ാം ചരമവാർഷികമാണ് ഈ 2025 ഏപ്രിലിൽ ആഘോഷിക്കുന്നത്. കേരളത്തിലെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ധർമ്മടമാണ്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ് അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലം. അതായത് ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ കേരളത്തിലെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ധർമ്മടമാണ്, കണ്ണൂർ ജില്ലയിലെ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിലെ കളമശ്ശേരി കേന്ദ്രീകരിച്ചാണ്. ആദ്യത്തെ ഗ്രാഫീൻ ഇന്നവേഷൻ കേന്ദ്രം കേരളത്തിലെ കളമശ്ശേരി കേന്ദ്രീകരിച്ചാണ് ആരംഭിച്ചത്. കേരളത്തിലെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത സവിശേഷ സുഗന്ധമുള്ള ഒരു മഞ്ഞൾ ഇനമുണ്ട്. അതാണ് ISSR സൂര്യ എന്ന് പറയുന്നത്. അപ്പോൾ ISSR സൂര്യ എന്ന് പറയുന്നത് സവിശേഷ സുഗന്ധമുള്ള ഒരു മഞ്ഞളിനമാണ്. അത് കേരള സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു മഞ്ഞളിനമാണ് ISSR സൂര്യ എന്ന് പറയുന്നത്.